നമ്മളങ്ങനെ നിസ്വ എത്തി. നിസ്വ കോട്ടൻ്റെ ഫ്രണ്ടിലുള്ളത് നിസ്വ ഫോർട്ട്. എന്ത് രസമാണ് കാണാൻ. അയ്യോ നമുക്ക് അകത്ത് തരാ. ഈസ്റ്റ് സൂക്ക് പെർഫ്യൂം. ഒന്ന് കയറുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല്. ഇതെല്ലാം നല്ല എന്താ പറയാ, ഇതെല്ലാം എന്തോ ഡ്രൈ ആക്കിയിട്ട് ആ സംഭവത്തിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല. അറിയുന്ന ആളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഈ ഡ്രൈ ആക്കിയിട്ട് വെച്ചതാ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയൊരു യാത്ര കൂടുതലൊന്ന് ഒരു ഇൻസ്പിറേഷൻ ആയത് എന്താണോ, നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങര സാറില്ല. അപ്പോൾ അവർ ഈയിടെയായിട്ട് ഷാർജ വഴി ദുബായ് വഴി ഒമാനിലൂടെ പോയിട്ടുണ്ടായി. ആ ഒരു ഇതാ കണ്ടിട്ടാണ് ഞാൻ ഒരുവിധം കാര്യങ്ങളെല്ലാം ഓരോ ഏരിയകൾ മനസ്സിലാക്കിയതും പഠിച്ചതുമല്ലോ. എല്ലാം ഫുള്ളും എല്ലാം ഡ്രൈ ആക്കിയിട്ട് സുഗന്ധം. ഇങ്ങനത്തെ ഏരിയ എനിക്ക് പക്ഷെ ഇഷ്ടമല്ല. അതെന്തിനാണാവോ? നീ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇങ്ങനത്തെ എല്ലാം കരുതേണ്ടി വരും. തൊടണ്ട ദയവ് ചെയ്തിട്ട്. ആവശ്യങ്ങളുള്ളത് മാത്രം. ഫുൾ ഒമാനി ഹൽവകളിൽ ഹൽവ. ഇതെന്താ കപ്പൽ? ഇതെല്ലാം പഴയ ഒമാനീസ് യൂസ് ചെയ്ത സാധനങ്ങൾ. എന്താ ഇത്? 4 റിയാലോ 400 റേഷ്യ. ഇതെന്താ ഇത്? ശരിക്കും കപ്പ? ഇവർ ഈ കാവ്യെല്ലാം ഇതാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇതിൽ ഇവരെ ട്രഡീഷണൽ സാധനങ്ങളാണ്. മണികൾ ഇപ്പോഴും ആ ഒരു ഇത് ഒട്ട് കളിക്കൂല. ഇന്നത്തിലുള്ള ഒരു കൊത്തുപണികളുമൊക്കെ. ഒരുമിച്ച് വെക്കുക, എന്നിട്ട് ഏത് കഴിക്കാൻ വെയിറ്റ് കൂടുതൽ ഏത് ചെയ്യാ? ഇവിടെ കൂടുതൽ ആളുകളും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും തന്നെയാണ് വരുന്നത്. വെൽക്കം ടു ഒമാൻ. അത് ഞാൻ പറഞ്ഞതാ. ടൂറിസ്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിസ്വയിൽ വരേണ്ടത്. ഓ ഇത് നോക്കിയേ, ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഇത് കൊള്ളാം. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എടുത്തേരോ, ഇങ്ങനെ ഇങ്ങനെ പോകുന്നു. ഇതെല്ലാം ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റും കണ്ടോ? ഇതെല്ലാം എന്താ ഒരു സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന പോലത്തുള്ള. ഇത് പഴയ ആ ഒരു രീതിക്ക് തന്നെയാണ് ഇവര് എന്താ പറയാ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ മണ്ണ് കുഴച്ചിട്ട് പിന്നെ ഇതുണ്ടാവില്ല, ഈ ചുമര് കാര്യങ്ങളെല്ലാം കണ്ട അതന്നെ. അത് ആ എത്രയോ വർഷം പഴക്കമുള്ള കാര്യങ്ങൾ അത് ഇപ്പോഴും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.
ചാടില്ല. सोहार में कहाँ से आया എന്നുവെച്ചാല് ആ അപ്പം ഞാൻ ഹിന്ദി അറിയാനും പഠിച്ചാ ഷേ വെസ്റ്റ് എന്ന് വെച്ചാല് ആ കുറച്ച് ഇത് അങ്ങോട്ടേക്ക് ഇനി പോയി കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ ഏരിയ ആണെന്ന് തോന്നുന്നു. ഇതൊരു ദിവസം മൊത്തം കാണാനുണ്ട് കേട്ടാ. നമ്മൾ ഇതുവരെ ഇങ്ങനെ എവിടെ എത്തിയിട്ട് ഇതുപോലെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയിട്ടില്ല. കാരണം എവിടെയെങ്കിലും ഒന്ന് നമുക്ക് സ്റ്റേ അടിക്കാനൊന്ന് പിന്നെ വിശ്രമിക്കാനും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ ഗ്യാസാ എന്താണ്ട് കിളിക്കാനാ. ഞാൻ മനീസോടെ പിടിച്ച് കെട്ടിയിടും.